ഹലോ. അപ്പോൾ നമുക്ക് ബിസിനസ് സ്റ്റഡീസ് ക്ലാസ് തുടങ്ങണ്ടേ? ഇപ്പോൾ +1 ബിസിനസ് സ്റ്റഡീസ് വെച്ച് നോക്കുമ്പോൾ +2 ബിസിനസ് സ്റ്റഡീസ് ഇത്തിരി എന്താ പറയുക ഡിഫറെൻ്റ് ആണ്. വലുതായിട്ടൊന്നും റിലേറ്റഡ് അല്ല. കംപ്ലീറ്റ് കൂടുതലും ഒരു ഫസ്റ്റ് ഭാഗമൊക്കെ കൂടുതലും മാനേജ്മെൻറ്റിനെ കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. ഓക്കെ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പഠിക്കാനായിട്ട്, സിമ്പിളാണ്. നന്നായി പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ജയിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലെസൻ്റെ പേര് എന്താണ്? നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്. അതായത് മാനേജ്മെൻറ്റ് എന്നുള്ള വാക്ക് നമ്മുടെ ലൈഫിൽ വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു വാക്കാണ്. എല്ലാവരും പലപ്പോഴായിട്ട് യൂസ് ചെയ്യുന്നൊരു വേർഡാണ്. എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും ഫ്രണ്ട്സിനോടായാലും വീട്ടിലായാലും ഒക്കെ പറയാറുണ്ട്, ഇല്ലേ? അതേപോലെ തന്നെയാണ് നമ്മുടെ ബിസിനസ്സിലും മാനേജ്മെൻറ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ +2 സ്റ്റുഡൻസാണ്. ഒരു ദിവസം നിങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇല്ലേ? പഠിക്കണം, 6 സബ്ജക്റ്റ് പഠിക്കാനുണ്ട്. അതുമാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഫ്രണ്ട്സിനായിട്ട് ഇരുന്ന് സംസാരിക്കണം, കളിക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇതെങ്ങനെ മാനേജ് ചെയ്യും ഒരു ദിവസം, ഇല്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെ. നമ്മൾ ബിസിനസ്സിൽ മനുഷ്യനെ മാത്രമല്ല എന്താണ് മാനേജ് ചെയ്യേണ്ടത്, ഒരുപാട് മനുഷ്യേതര വിഭവങ്ങളെയും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് മെഷീൻസ്, മെറ്റീരിയൽസ്, മെത്തേഡ്സ്, അതേപോലെ തന്നെ മണി, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മാനേജ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ മീനിങ് നോക്കാം. മാനേജ്മെൻറ്റ് സിംപ്ലി മീൻസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ. അതായത് എന്താണ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഗെറ്റിംഗ് തിങ്സ്, കാര്യങ്ങൾ നേടുക. എങ്ങനെ? ഡൺ ത്രൂ അതർ പീപ്പിൾ, മറ്റു പീപ്പിളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? കാര്യങ്ങൾ നേടിയെടുക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഗെറ്റിംഗ് തിങ്സ് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? മീൻസ് ഗെറ്റ് ദ ആക്ടിവിറ്റീസ് ക്യാരിഡ് ഔട്ട് ത്രൂ അതേഴ്സ്. എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ എടുക്കുകയാണ്. എങ്ങനെയാണ്? അതർ പീപ്പിളിലൂടെ. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മൾ? മാനേജ്മെൻറ്റ് സിംപ്ലി മീൻസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ. മറ്റുള്ളവരിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? കാര്യങ്ങൾ നേടിയെടുക്കുകയാണ്. ഇനി മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷനാണ് ഈ പറയുന്നത്. മേരി പാർക്കർ ഫോളറ്റിൻ്റെ ഡെഫിനിഷനാണ്, സിമ്പിൾ ഡെഫിനിഷനാണ്. എന്താണ് നോക്കി? ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കലയാണ്, ആർട്ടാണ്. ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു കലയാണ്. ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്, മറ്റുള്ളവരിൽ കൂടെ കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു കലയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഈ ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വേർഡുകളാണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. എന്താണ് ഇഫക്റ്റീവ്നെസ്, എന്താണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്? നോക്കാം. ഇഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി ആർ 2 സൈഡ്സ് ഓഫ് ദ സെയിം കോയിൻ. ഒരു കോയിൻ്റെ 2 വശങ്ങളുമാണ് എന്തെന്ന് പറയുന്നത്? ഇഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും. ബട്ട് ദീസ് 2 ആസ്പെക്ട്സ് നീഡ് ടു ബി ബാലൻസ്ഡ് ഇൻ എവറി ഓർഗനൈസേഷൻ. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബാലൻസിൽ കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. ഏതൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എവറി ഓർഗനൈസേഷൻ ആയാലും ഇത് രണ്ടിനും എന്ത് ചെയ്യണം? മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. ഒരു എക്സാമ്പിൾ പറയുന്നത് നോക്കൂ. A company's targeted production is 5,000 units in a year. ഒരു ഇയറിൽ ഒരു കമ്പനിയുടെ ടാർജറ്റാണ്, ഉൽപ്പാദനത്തിൻ്റെ ടാർജറ്റാണ് 5000 യൂണിറ്റ് എന്ന് പറയുന്നത്. ടു അച്ചീവ് ദിസ് ടാർജറ്റ്, ഇത് അച്ചീവ് ചെയ്യാനായിട്ട് മാനേജർ ഓപ്പറേറ്റ്സ് ദ എംപ്ലോയീസിനെ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത്? ഡബിൾ ഷിഫ്റ്റ്, 2 ഷിഫ്റ്റിൽ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. എങ്ങനെയാണ്? വിത്ത് എ ഹൈ സാലറി, നല്ല സാലറി കൊടുത്തുകൊണ്ട്. വിത്ത് റിസൾട്ടഡ് ഇൻ ഹൈ പ്രൊഡക്ഷൻ കോസ്റ്റ്, ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ഉൽപ്പാദന ചെലവ് വളരെ കൂടുതലായിരിക്കും. എങ്ങനെയാണ് ഉൽപ്പാദന ചെലവ് കൂടുക? അവരുടെ സാലറി കൂടുതലാണ്, അല്ലേ? ഡബിൾ ഷിഫ്റ്റിലാണ് വെക്കുന്നത്, അപ്പോൾ എങ്ങനെയാണ്? സാലറി ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഉൽപ്പാദന ചെലവ് കൂടുതലാണ്. ഇൻ ദിസ് കേസ് ദ മാനേജർ വാസ് എഫക്റ്റീവ്
ഇഫക്റ്റീവ് ബട്ട് നോട്ട് എഫിഷ്യൻറ്റ്. ഈ ഒരു കേസിൽ നമുക്ക് എന്താണ് മാനേജർ വളരെയധികം ഇഫക്റ്റീവ് ആണെന്ന് പറയാം, പക്ഷേ എഫിഷ്യൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തെന്ന് മനസ്സിലായി? ഇഫക്റ്റീവ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നമ്മളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്തു? നല്ല ഹൈ പ്രൊഡക്ഷൻ കോസ്റ്റിൽ തന്നെ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. അതിനെയാണ് നമ്മളിവിടെ എന്തെന്ന് പറയുന്നത്? ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. അതായത് ഇഫക്റ്റീവ്, അവിടെ എഫിഷ്യൻ്റ് അല്ല. ഓക്കെ, ഇനി നമ്മൾ എഫിഷ്യൻ്റ് എന്താണെന്ന് നോക്കാം. ഇഫ് ദ മാനേജർ റെഡ്യൂസസ് ദ ഔട്ട്പുട്ട് വിത്ത് ഫ്യൂവർ റിസോഴ്സസ്. മാനേജർ എന്താണ്? ഔട്ട്പുട്ട് റെഡ്യൂസ് ചെയ്യുകയാണ്. റെഡ്യൂസസ് ദ ഔട്ട്പുട്ട്, നമ്മൾ പറഞ്ഞിരിക്കുന്ന റിസൾട്ടിൻ്റെ ഔട്ട്പുട്ട് കുറയ്ക്കുകയാണ്. വിത്ത് എങ്ങനെയാണ്? കൂടെ റിസോഴ്സസ് വളരെ കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് കട്ട് ഡൗൺ ദ കോസ്റ്റ് റിസോഴ്സസിൻ്റെ കോസ്റ്റൊക്കെ കട്ട് ഡൗൺ ചെയ്തിട്ട് വളരെ കുറച്ചുകൊണ്ട് ബട്ട് നോട്ട് അച്ചീവിങ് ടാർജറ്റ്. അപ്പോൾ എന്താവില്ല? നമ്മുടെ ടാർജറ്റ് 5000 എന്നുള്ളൊരു ടാർജറ്റ് എന്താവില്ല? അച്ചീവ് ആവില്ല. ആൻഡ് ഹെൻസ് കോമ്പറ്റീറ്റേഴ്സ് മേ എൻ്റർ ഇൻ ടു ദ മാർക്കറ്റ്. അപ്പോൾ എന്താവും? കോമ്പറ്റീറ്റേഴ്സ് എന്ത് ചെയ്യും? മാർക്കറ്റിൽ എൻ്റർ ചെയ്യും. ഓക്കെ, കാരണം നമുക്ക് ആ കറക്റ്റ് ടൈമിങ്ങിൽ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഓക്കെ, ദിസ് ഈസ് എ കേസ് ഓഫ് ബീയിങ് എഫിഷ്യൻറ്റ് ബട്ട് നോട്ട് ഇഫക്റ്റീവ്. ഇവിടെ എന്താണ് പറയുന്നത്? കേസ് ഓഫ് എഫിഷ്യൻ്റ് ആണ് ആൾ, ആ മാനേജർ എഫിഷ്യൻ്റ് ആണ്, ബട്ട് എന്താണ്? എഫക്റ്റീവ് ആയില്ല. എന്താണ് അവിടെ? കറക്റ്റായിട്ട് ഇഫക്റ്റീവ് ആയിട്ടില്ല. ദെൻ നോക്കൂ, therefore അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ടു ദ മാനേജ്മെൻറ്റ്സ് ടു അച്ചീവ് ഗോൾസ് എഫക്റ്റീവ് വിത്ത് മിനിമം റിസോഴ്സസ്. എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത്? മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആവേണ്ടത് എങ്ങനെയാണ്? ഗോൾസ് അച്ചീവ് ചെയ്യണം. എങ്ങനെ? വളരെ ഇഫക്റ്റായിട്ട് തന്നെ അച്ചീവ് ചെയ്യണം. പക്ഷേ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത്? മിനിമം റിസോഴ്സസിൽ, എഫിഷ്യൻസിയോടുകൂടെ. ഓക്കെ, പിന്നെന്താ? യൂഷ്വലി ഹൈ എഫിഷ്യൻസി ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹൈ ഇഫക്റ്റീവ്നെസ്. യൂഷ്വലി സാധാരണയായിട്ട് ഹൈ എഫിഷ്യൻസി ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹൈ ഇഫക്റ്റീവ്നെസ്. ഹൈ എഫിഷ്യൻസി എപ്പോഴും റിലേറ്റഡ് ആയിരിക്കുന്നത് എന്തിലൂടെയാണ്? നല്ലൊരു ഹൈ ഇഫക്റ്റീവ്നെസ്സിലൂടെയാണ്. വിച്ച് ഈസ് ദ എയിം ഓഫ്, ഇതായിരിക്കണം എല്ലാവരുടെയും എല്ലാ മാനേജറുടെയും എയിം എന്ന് പറയുന്നത് എന്താണ്? ഹൈ എഫിഷ്യൻസിയാണ്. എന്തിലൂടെ? ഹൈ ഇഫക്റ്റീവ്നെസ്സിലൂടെ. ഇതാണ് എല്ലാ മാനേജറുടെയും എയിം എന്ന് പറയുന്നത്. എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെ സ്വഭാവ സവിശേഷതകളാണ് നമ്മുടെ മാനേജ്മെൻറ്റിനുള്ളത്? ഫസ്റ്റ് വൺ പറയുന്നത്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഗോൾ ഓറിയൻറ്റഡ് ആണ്. ഗോൾ, ലക്ഷ്യമാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് ലക്ഷ്യം, ഇല്ലേ? എല്ലാവർക്കും ഓരോരോ ലക്ഷ്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഒരു ബിസിനസ്സിലെ മാനേജ്മെൻറ്റിന് എന്താണ്? ഒരു ബിസിനസ്സിന് അകത്ത് മാനേജ്മെൻറ്റ് ഉണ്ടാകും. അവരുടെ ലക്ഷ്യം എന്തായിരിക്കും? ഒരു ഗോളായിരിക്കും, അല്ലേ? മാനേജ്മെൻറ്റ് എയിംസ് ടു അച്ചീവ് സർട്ടൻ സ്പെസിഫൈഡ് ഒബ്ജക്റ്റീവ്. ഒരു പ്രത്യേക ലക്ഷ്യം എല്ലാവർക്കും, എല്ലാ എൻ്റർപ്രൈസസിനും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാനേജ്മെൻറ്റിന് എന്തെന്ന് പറയുന്നത്? ഗോൾ ഓറിയൻറ്റഡ് ആണെന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് എന്താണ്? മാനേജ്മെൻറ്റ് ഈസ് പർവേസീവ്. മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ആർ യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ഇൻ ഓൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ എനിവേർ ഇൻ ദ വേൾഡ്. എല്ലാ യൂണിവേഴ്സിലും, നമ്മളെ ലോകം എമ്പാടും അല്ലെങ്കിൽ ലോകം ഫുള്ളും എന്താണ്? എല്ലാ ഓർഗനൈസേഷനിലും എന്തുണ്ടെന്നാണ് പറയുന്നത്? മാനേജ്മെൻ്റ് ഉണ്ട്. പർവേസീവ്, സർവ്വവ്യാപി എന്നാണ് പർവേസിൻ്റെ മലയാളം. എല്ലായിടത്തും എന്തുണ്ട്? മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ആർ യൂണിവേഴ്സലി ആപ്ലിക്കബിൾ. എല്ലാ സ്ഥലത്തുമുണ്ട്. എന്താണ്? ഇൻ ഓൾ ടൈപ്സ് ഓഫ് എല്ലാ കുഞ്ഞു സ്ഥാപനമായാലും ഒരു വലിയ സ്ഥാപനമായാലും ഏത് തരത്തിലുള്ള ഓർഗനൈസേഷൻ ആയാലും അവിടെ എന്തുണ്ടെന്നാണ് പറയുന്നത്? മാനേജ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് എന്തെന്ന് പറയുന്നത്? പർവേസീവ് എന്ന് പറയുന്നത്. ദെൻ മാനേജ്മെൻറ്റ് ഈസ് മൾട്ടി ഡൈമെൻഷണൽ. മാനേജ്മെൻറ്റ് എന്താണ്? പല സങ്കീർണ പ്രവർത്തനങ്ങളാണെന്നാണ് പറയുന്നത്. ഏത്? മാനേജ്മെൻറ്റ്. മൾട്ടി, അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഇതുള്ളതാണ് എന്തെന്ന് പറയുന്നത്? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് ഓഫ് വർക്ക്. എന്താണ് മാനേജ്മെൻറ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്? എല്ലാ സ്ഥാപനങ്ങളും എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുക, അല്ലേ? നമ്മുടെ സ്കൂളിൽ കുട്ടികളും നിങ്ങൾക്കുള്ള വർക്ക് എന്താണ്? പഠിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിലാണ് എല്ലാ സ്ഥാപനങ്ങളും എന്ത് ചെയ്യുന്നത്? അല്ലെങ്കിൽ എല്ലാ സംഘടനകളും എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. അതാണ് എന്താണ് പറയുന്നത്? മാനേജ്മെൻറ്റ് ഓഫ് വർക്ക്. ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കണം. ദെൻ മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ. എങ്ങനെയാണ്? ജോലിക്കാരെന്ത് ചെയ്യണം? മാനേജ് ചെയ്യണം. ഓക്കെ, ഏതൊരു സ്ഥാപനത്തിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് എന്താണ്?
മാനുഷിക വിഭവങ്ങളാണ്. മനുഷ്യൻ, അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസ് ആണ് അല്ലേ. അവിടുത്തെ ജോലിക്കാരെ മാനേജ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഇവിടെ മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ് എന്താണ്, പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യുക. ഏതൊരു സ്ഥാപനത്തിൻ്റെ സ്വഭാവം എന്തായാലും ശരി, അതിനടിസ്ഥാനപരമായിട്ട് എന്തുണ്ടാവും, ഒരു ഉൽപ്പന്നം ഉണ്ടാക്കലോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സേവനമോ, ഒന്നുകിൽ എന്തായിരിക്കാം ആ കമ്പനിയുടെ ലക്ഷ്യം അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഒന്നുകിൽ എന്തായിരിക്കാം ഉൽപ്പാദനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്, ഒന്നുകിൽ എന്തായിരിക്കാം ഈ ക്ലബ്ബുകൾ ആക്ടിവിറ്റീസ് പോലെ സേവനങ്ങളായിരിക്കാം. എന്തും ആയിക്കോട്ടെ, എന്താണ് ആ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യണം, മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം. ഓക്കെ. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, മാനേജ്മെൻറ്റ് ഈസ് മൾട്ടി ഡയമെൻഷനൽ എന്ന് പറയുന്നത്, ബഹുവിധ മാനങ്ങളുള്ളതാണ്. ഓക്കെ. 3 തരം മാനങ്ങളുള്ള ഒരു സങ്കീർണ പ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ആ 3 തരം മാനങ്ങൾ? മാനേജ്മെൻറ്റ് ഓഫ് വർക്ക്, മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ, മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ്. ഓക്കെ. നെക്സ്റ്റ് ആണ് മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ. കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതിന് അവസാനമില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. അതായത് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു കാര്യം, ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണ്, എന്താണ്, നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെന്ന് വിചാരിക്കും, ചെറിയൊരു കുഞ്ഞു ബിസിനസ് തുടങ്ങുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, അത് നന്നായിട്ടൊന്ന് പ്ലാൻ ചെയ്യും, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വേണ്ടത്, എന്നിട്ടൊന്ന് സംഘടിപ്പിക്കും. ഓക്കെ, എന്തൊക്കെയാണ് ഇതിന് വേണ്ട മെറ്റീരിയൽസ്, എന്തൊക്കെയാണ് ഇതിന് വേണ്ട സംഭവങ്ങൾ, എത്ര പണം വേണം ഇതിന് ചിലവഴിക്കാൻ, അതാണ് നമ്മൾ ഇതിൽ വേണം ഓർഗനൈസ് ചെയ്യുക. പിന്നെ സ്റ്റാഫിങ്, ഇനി ആ സ്ഥാപനത്തിൽ എത്ര സ്റ്റാഫുകൾ വേണം, അതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. പിന്നെന്താണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്, ഇപ്പോൾ എല്ലാം ആയി, മെഷീൻസായി, മെന്നായി, എല്ലാമായി, പിന്നെന്താണ് മണിയായി, എല്ലാമായി. ഇനി ഈ റിസോഴ്സസൊക്കെ എങ്ങനെ നമ്മൾ ഡയറക്റ്റ് ചെയ്യും, നയിച്ചു കൊണ്ടുപോകും, എങ്ങനെയാണ് അവരുടെ നല്ല രീതിയിലൊക്കെ ഡയറക്റ്റ് ചെയ്യേണ്ടത്. ദെൻ അവസാനം ഇതെല്ലാ പ്രവർത്തനങ്ങളെയും നമ്മൾ എങ്ങനെ ചെയ്യണം, കൺട്രോൾ ചെയ്യണം. അതാണ് ഇതിലെന്തെന്ന് പറയുന്നത്, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. വീണ്ടും ഇത് തന്നെ 1 വർഷം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും, ഒരു റുട്ടീൻ പ്രോസസ്സ് പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്, ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണെന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, മാനേജ്മെൻറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. നോക്കൂ, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ ക്യാൻ ബി ഇഫക്റ്റീവ്ലി അറ്റൈൻഡ് ബൈ എ ഗ്രൂപ്പ് റാദർ ദാൻ ഏതിലാണ് ബൈ എൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വൽ എന്നതിനേക്കാൾ ഉപരി എന്താണ്, ഇത് എപ്പോഴും അറ്റൈൻ ചെയ്യുന്നത്, ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യമിടുന്നത്, ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയാണ്, ഒരു ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റിയിലൂടെയാണ്. ദെൻ മാനേജ്മെൻറ്റ് ഈസ് എ ഡൈനാമിക് ഫങ്ഷൻ. ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഫങ്ഷനാണ്, ഒരു ചേഞ്ചസ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അതായത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ നോട്ട് സ്റ്റാറ്റിക് ഇൻ ഓൾ സിറ്റുവേഷൻസ്. നമ്മൾക്ക് ഓരോ പ്രിൻസിപ്പിൾസ് ഉണ്ട്, നമ്മളുടേതായിട്ടുള്ള തത്വങ്ങളുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനും ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്, നമ്മുടെ അടുത്ത ലെസൺസിൽ പഠിക്കും മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസൊക്കെ. അതേപോലെ മാനേജ്മെൻറ്റിനും കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഈ പ്രിൻസിപ്പിൾസ് എപ്പോഴും സ്റ്റാറ്റിക് ആയിരിക്കില്ല, എപ്പോഴും ഇങ്ങനെ ആ പ്രിൻസിപ്പിളിലൂടെ തന്നെ ഫോളോ ചെയ്തു പോകണം എന്നില്ല. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മുടെ ബിസിനസ്. ഓരോ ബിസിനസ്സിനും അവരെന്ത് ചെയ്യും, ഈ പ്രിൻസിപ്പിൾസ് ചിലപ്പോൾ കുറച്ച് ചേഞ്ചൊക്കെ വരുത്തിയേക്കാം. അതാണ് പറയുന്നത് നോട്ട് സ്റ്റാറ്റിക്, എപ്പോഴും സ്റ്റാറ്റിക് അല്ല എല്ലാ സിറ്റുവേഷൻസിലും. ഇറ്റ് മസ്റ്റ് ബി അഡോപ്റ്റഡ്. ഇത് എപ്പോഴും അഡോപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അക്കോർഡിംഗ് ടു ദ ചേഞ്ചിങ് നീഡ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ആവശ്യങ്ങളനുസരിച്ച് ഇത് എന്തായിരിക്കും, ചേഞ്ചസ് വന്നേക്കാം. ദെൻ മാനേജ്മെൻറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഓക്കെ. ഇറ്റ്സ് പ്രസൻസ് ഈസ് ഫെൽറ്റ് ബൈ ദ റിസൾട്ട്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇതെപ്പോഴും നമുക്ക് ഫീൽ ചെയ്യപ്പോഴാണ് ഈ ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് ഒരു നല്ലൊരു മാനേജ്മെൻ്റ് ആയിരുന്നു നമുക്ക് ഫീൽ ചെയ്യപ്പോഴാണ്, അതിൻ്റെ റിസൾട്ട് കാണുമ്പോഴാണ്, ഫീൽ ചെയ്യുമ്പോഴാണ്. എപ്പോഴാണ് റിസൾട്ട് എപ്പോഴും ഫീൽ ചെയ്യുക, നമുക്ക് ലാഭമുണ്ടാകുമ്പോഴാണ് നമുക്കത് എന്ത് ചെയ്യുക, ഫീൽ ആയ മാനേജ്മെൻറ്റ് നന്നായിരുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് എന്താണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയും, ഇൻടാഞ്ചിബിളാണ്, ടാഞ്ചിബിൾ അല്ല, ഇത് കാണാനായിട്ട് സാധിക്കില്ല. ഓക്കെ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻ്റ് ഒന്നും ഇപ്പം നമ്മൾ പഠിച്ച കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഏതൊക്കെയാണ്, ഗോൾ ഓറിയൻറ്റഡ് ആണ്, പെർവേസീവ് ആണ്,
മൾട്ടി ഡയമെൻഷനിലാണ്, കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്, ഡൈനാമിക് ഫങ്ഷനാണ്, ഇൻടാഞ്ചിബിൾ ഫോഴ്സാണ്. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് മാനേജ്മെൻറ്റ്, അപ്പോൾ അതിൻ്റെ മീനിങ് ഒന്ന് ജസ്റ്റ് പഠിക്കുക. ദെൻ എന്താണ് അതിൻ്റെ ഡെഫിനിഷനും പഠിക്കുക. ഓക്കെ, ഡെഫിനിഷൻ മേരി പാർക്കർ ഫുള്ളറ്റിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് ഇഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി. എക്സാമ്പിൾ ഓർത്ത് വെച്ചുകൊണ്ട് അത് എപ്പോഴും മനസ്സിലിരിക്കുക. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻ്റ് ആണ് നമ്മൾ പഠിച്ചത്. 7 ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ആ നോട്ട്സൊക്കെ ഇംഗ്ലീഷ് നോട്ട്സ് ഇതിൽ നോക്കി എഴുതിയെടുക്കുക. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ടീച്ചർ അന്ന് തന്ന നോട്ട് തന്നെ ഫോളോ ചെയ്ത് പോകാം. ഓക്കെ, അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇത് ഏതാണോ നിങ്ങൾക്ക് സിമ്പിളായി തോന്നുന്നത് അത് നോക്കി പഠിക്കുക. ഓക്കെ, ദെൻ മലയാളം നോട്ട് ടീച്ചർ വിട്ടുതരാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും മതി. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.